പ്രാർത്ഥനയുമായിട്ട് ദൈവത്തിലായിരിക്കുന്നത് അനേകർക്ക് ആശ്വാസത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന് ഞാൻ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും അപ്പോൾ തന്നെയും സോഷ്യൽ മീഡിയ വഴി പൊതുജനത്തിനു വേണ്ടി പ്രത്യേകിച്ച് കഷ്ടം സഹിക്കുന്ന വേദനയുടെ നൊമ്പരത്തിലൂടെ കടന്നു പോകുന്ന വയനാട് ജില്ലയിലെ മേപ്പാടി, അതുപോലെ തന്നെ അട്ടമല, അതുപോലെ തന്നെ ചുവരന്മല, മുണ്ടയ്ക്കൊക്കെയുള്ള ജനത്തിൻ്റെ കണ്ണുനീര്, ഇവിടുത്തെ നൊമ്പരങ്ങൾ, ആരങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ അറിയാതെ പോലും കണ്ണിൽ കൂടെ കണ്ണുനീര് ഒഴുകുകയാണ്. എത്രമാത്രം കഷ്ടതയിലൂടെയാണ് അവിടുത്തെ ജനം കടന്നു പോകുന്നത്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഒരു സംഭവമാണ് ഇത്ര വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് പറയുന്നത്. പത്രവാർത്ത കണ്ടപ്പോഴും സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ വാർത്തകൾ കണ്ടപ്പോൾ രാത്രിയുടെ 1 മണിക്ക് വളരെ ശക്തമായ രീതിയിൽ കേട്ട ആ വലിയ ശബ്ദത്തോടെ ഉരുൾപൊട്ടി വന്ന വെള്ളം പലർക്കും വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. സ്വയരക്ഷയ്ക്ക് വേണ്ടി പലരും തങ്ങളുടെ വീടിൻ്റെ മുകളിൽ കയറിയവരുണ്ട്. അവിടെ നിന്നും വെള്ളം വരെ ഒഴുക്കിക്കൊണ്ടുപോയി. ആർക്കും ഇറങ്ങി എങ്ങോട്ടും രക്ഷപ്പെടാൻ കഴിയാതെ ആദ്യത്തെ ഉരുൾപൊട്ടൽ കഴിഞ്ഞ് എല്ലാം ശമിച്ചു എന്ന് ഓർത്ത് നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു 3 മണിയോടുകൂടി അതിശക്തമായ രീതിയിൽ ഞാനൊരു വാർത്തയിൽ കണ്ടത് ഡാം പൊട്ടി വരുന്നത് പോലെ ഉള്ള വലിയ ശബ്ദത്തോടു കൂടിയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായെന്നാണ് പറഞ്ഞത്. അതിനോടുകൂടി അമ്മ മേപ്പാടിയിലെ ഹല്ലേലൂയ സ്തോത്രം, മുണ്ടയ്ക്ക്, അട്ടമല, ചൂരമല എന്നുള്ള സ്ഥലങ്ങൾ പരിപൂർണമായി ഒലിച്ചു പോയത് നമ്മൾ കാണുകയാണ്. ഞാൻ ഈ പ്രാർത്ഥനയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അതിൻ്റെ വലിയ ഭീകരത എന്താണെന്ന് നമ്മൾ നേരിൽ കണ്ടിട്ടില്ലെങ്കിലും വാർത്തകൾ കാണുമ്പോൾ നമുക്കൊരിക്കലും അത് സഹിക്കാൻ പറ്റുന്നില്ല. ഉറ്റവരും ഉടയവരും ഒക്കെ മരിച്ച് ജീവിതത്തിൽ ഒറ്റയ്ക്കായവർ, ഒരായുസ് മുഴുവൻ അധ്വാനം കൊണ്ട് പണിതുയർത്തിയ വീടുകൾ നഷ്ടപ്പെട്ടവർ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു, സഹോദരങ്ങളെ നഷ്ടപ്പെട്ടു, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഇന്ന് ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നമുക്കൊന്നിച്ച് വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സുഖസൗകര്യങ്ങൾ മാത്രം, നമ്മുടെ സന്തോഷം മാത്രം നോക്കി നമ്മൾ ജീവിക്കാതെ ഇപ്പോൾ നമ്മുടെ സകല ചിന്തകളും, നമ്മുടെ മനസ്സും ഹൃദയവും ഒക്കെ നമ്മൾ വയനാടിൻ്റെ ജനത്തിന് വേണ്ടി കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. സമയമില്ലെങ്കിൽ നിങ്ങൾ സമയം ഉണ്ടാക്കി നിങ്ങൾ ഒരു ദിവസം ചില മണിക്കൂറുകളെങ്കിലും വയനാട്ടിലെ കഷ്ടം സഹിക്കുന്ന ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് ദുഷ്കാലമാണ്. സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കണം. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും നമ്മുടെ ഉറ്റവരും ഉടയരും ഒന്നും മരിച്ചില്ലല്ലോ, നമ്മൾ ആ ദേശക്കാരല്ലല്ലോ എന്നൊക്കെ ഓർത്താൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നമ്മൾ ഒന്നിച്ചു നിന്ന് പ്രാർത്ഥനയിലും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രാർത്ഥനയിലേക്ക് വരണമെന്നാണ് എൻ്റെ ഒരാഗ്രഹം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ജാതിയല്ല, മതമല്ല, ഒന്നുമല്ല. ഇവിടെ കഷ്ടം സഹിക്കുന്ന, നൊമ്പരം അനുഭവിക്കുന്ന, വേദനയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, അവരാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ കണ്ടിട്ട് അടങ്ങിയിരിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് നമുക്ക് കിടന്നുറങ്ങാൻ കഴിയുന്നത്? എങ്ങനെയാണ് നമുക്ക് സ്വസ്ഥമായിട്ട് ആഹാരം കഴിക്കാൻ കഴിയുന്നത്? ഞാനിന്ന് പല പ്രാവശ്യം ഈ വാർത്തകൾ കണ്ടുകൊണ്ട് ഭക്ഷണത്തിന് മുമ്പിലിരുന്നപ്പോഴും വയനാടിൽ മേപ്പാടിയിൽ സംഭവിച്ച വലിയ ദുരന്തം എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. ഞാൻ ദൈവത്തിന് ഒരു തീരുമാനമെടുത്തതാണ്. ഞാൻ സാധാരണ ആ പ്രദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നെങ്കിലും സോഷ്യൽ മീഡിയയിൽ കൂടെ ഈ കഷ്ടം സഹിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്നുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമുക്ക് തന്നിരിക്കുന്ന നന്മകളൊക്കെ നാമായിട്ട് മാത്രം അനുഭവിക്കുക. തമ്മിൽ ഭാരങ്ങളെ ചുമന്നുകൊണ്ട്, തമ്മിൽ നമ്മൾ ആ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ അതൊരു അനുഗ്രഹമായി തീരും.
നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് 14 ജില്ലകളിൽ സന്നദ്ധ സംഘടനകൾ ഒക്കെ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ചെന്നിട്ടുണ്ട്. ഇവിടെ കരസേന, വ്യോമസേന, നാവികസേന വിഭാഗത്തിൽ നിന്ന് അനവധി ആളുകൾ അവിടെ എത്തിയിരിക്കുക, ഉദ്യോഗസ്ഥര്. കൂടാതെ നമ്മുടെ രാപകലില്ലാതെ അധ്വാനിക്കുന്ന നമ്മുടെ ക്രമസമാധാന പാലന രംഗത്ത് നമുക്ക് വേണ്ടി ശക്തമായി നിൽക്കുന്ന നമ്മുടെ പോലീസിൻ്റെ വിവിധ സെക്ഷനുകൾ, അതിനകത്ത് ഫോറസ്റ്റ് ഉണ്ട്, എക്സൈസ് ഉണ്ട്, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്. ജില്ലാ ഭരണകൂടങ്ങൾ, കളക്ടർ അടക്കമുള്ളവർ, നമ്മുടെ മന്ത്രിമാർ, MLA മാർ, അങ്ങനെ എല്ലാവരും വളരെ കണ്ണുനീരോടെയാണ് വയനാട്ടിലായിരിക്കുന്നത്. ഇവിടെ വയനാട്ടിൽ ഇതിനു മുമ്പ് ഇതുപോലെയുള്ള ഉൾപ്പെടലുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രമാത്രം അത് ശക്തമായില്ല. എന്നാൽ ഈ വേക്ക് നമ്മുടെ എല്ലാം വളരെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലേലുയ. ഇത്രയും കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും നമ്മുടെ കേരളത്തിൻ്റെ ആ അനുഭവം നമുക്കറിയാം. ഒരു പ്രശ്നം ഉണ്ടായാൽ അവിടെ എല്ലാവരും ഓടിക്കൂടുക, എല്ലാവരും അവിടെ സഹായിക്കുക എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും വിവിധ അവരെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഭക്ഷണ സാധനങ്ങൾ, വസ്ത്രങ്ങൾ, വെള്ളങ്ങൾ, വെള്ളം കുടിക്കാനുള്ള വെള്ളങ്ങൾ, അങ്ങനെ അനവധി സാധനങ്ങളുമായി അങ്ങോട്ട് യാത്ര പുറപ്പെട്ടുകൊണ്ടിരിക്കുക. അവരുടെ യാത്രയിലൊക്കെ അവരുടെ വാഹനത്തെയൊക്കെ ദൈവം സൂക്ഷിക്കാൻ തക്ക സമയത്ത് അതാത് സ്ഥലങ്ങളിൽ എത്തണം. കാരണം മഴ ശക്തമായിട്ട് പെയ്തുകൊണ്ടിരിക്കുക. അവിടെ വഴിയാത്രയിൽ ഒന്നും തടസ്സം കൂടാതെ അവിടെ എത്തിച്ചേരുവാൻ നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് തന്നെയല്ല, നമ്മുടെ ഡോക്ടർമാർ ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്, നഴ്സുമാർ എത്തിയിട്ടുണ്ട്. വളരെ നല്ല സേവനമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇപ്പം നമ്മൾ കണ്ട് ദുരിതാശ്വാസ പ്രവർത്തനം ഇറങ്ങിയ 2 സഹോദരന്മാർ കയറുപെട്ട് ഒഴുക്കിൽപ്പെട്ടത്. ഞാനത് കണ്ടപ്പം വളരെ എന്നെ വേദനിപ്പിച്ചു, വളരെ സങ്കടമായിപ്പോയി. ജീവൻ പോലും നോക്കാതെ അവരുടെ സ്വന്തം ഭവനത്തിൽ ഭാര്യയും മക്കളും അപ്പനമ്മമാരൊക്കെ ഉണ്ട്, അതുപോലും നോക്കാതെ മേപ്പാടി ദുരന്തത്തിൽ, വയനാട് ദുരന്തത്തിൽപ്പെട്ട ജനത്തിനു വേണ്ടി ജീവൻ പണയം വെച്ച് ആ വെള്ളത്തിലൂടെ ആ വ്യക്തികൾ ഒഴുകിപ്പോകുന്നത് കണ്ടപ്പോൾ ഞാൻ അറിയാതെ പോലും എൻ്റെ ഹൃദയം വേദനിച്ചു പോയി. ഓർത്ത് നോക്കിയ പ്രിയരെ, എത്രമാത്രം ത്യാഗമാണ് വയനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. നമ്മുടെ സമയം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. പ്രകൃതി ദുരന്തങ്ങൾ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. 2017 തൊട്ട് നമ്മൾ ചിന്തിച്ചാൽ, ഒന്നുകൂടെ പറഞ്ഞ 2016 തൊട്ട് ചിന്തിച്ചാൽ, 18 വലിയ പ്രളയം, പിന്നെ വന്ന മഹാവ്യാധി കൊറോണ, അതിനിടയിൽ എന്തെല്ലാം സംഭവങ്ങളാണ് നമ്മുടെ കേരള ജനത അനുഭവിക്കേണ്ടി വന്നത്. ഈ അടുത്ത ദിവസമാണ് നമ്മൾ ശിരൂരിലുണ്ടായ ആ വലിയ ഉൾപ്പെടലിനകത്ത് അർജുനെ കുറിച്ച് നമ്മൾ വളരെ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയമാണ് ഇങ്ങനെയൊരു ദുരന്തം കൂടെ നമ്മുടെ കാതുകൾ കൊണ്ട് കേൾക്കുവാൻ, നമ്മുടെ കണ്ടുകൊണ്ട് കാണുവാൻ നമുക്ക് കഴിഞ്ഞത്. ഞാൻ സാധാരണ എല്ലാ സംസ്ഥാനങ്ങൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്, ദിനം തോറും പ്രാർത്ഥിക്കാറുണ്ട്, ഒരു ദിവസം പോലും മുടങ്ങാതെ. ഇവിടെ ഇന്ത്യയുടെ 29 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രപ്രദേശങ്ങളെ ഓർത്ത് 6 ലക്ഷത്തിലധികം ഗ്രാമങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ 7 ഭൂഖണ്ഡങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എങ്കിലും ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയുടെ വയനാടിൻ്റെ വലിയ ദുരന്തം ഓർത്തപ്പോൾ എനിക്ക് വളരെ ഭാരമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് തയ്യാറാകണം. ഇന്ന് രാത്രിയിൽ നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കൾ എല്ലാവരും കൂടെ ചേർന്നിരുന്ന വയനാടിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കണം. നിങ്ങളൊരു സഭാവിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ സഭയിൽ വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കും. കേരളത്തിലെ 14 ജില്ലകളിൽ നിങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കണം. ഇവിടെ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളെ ഓർക്കണം, ലോകരാജ്യങ്ങളെ ഓർത്ത് നിങ്ങൾ അതിപ്രധാനമായിട്ട് വയനാടിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്കൊരുപാട് നന്മകൾ ദൈവം തന്നിട്ടുണ്ട്, ഒരുപാട് ആരോഗ്യം ദൈവം തന്നിട്ടുണ്ട്, ഒരുപാട് സൗഖ്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, എല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ലേരിയ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പലരുടെയും വാക്കുകൾ നമ്മൾ കേട്ടു. അവരുടെ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയം, ഒരാഴ്ച മുഴുവൻ പണിയെടുത്തുണ്ടാക്കിയ വീട് നഷ്ടപ്പെട്ട്, അവരുടെ സമ്പത്തുകളെല്ലാം നഷ്ടപ്പെട്ട്, അവരുടെ ഭൂമി നഷ്ടപ്പെട്ട്, കൃഷികളെല്ലാം നഷ്ടപ്പെട്ട്, ആടുമാട് കന്നുകാലികളെല്ലാം ഒഴുകിപ്പോയി. ഉറ്റവരും ഉടയവരും ബന്ധുക്കളും സന്തത സഹചാരികളും എല്ലാവരും നഷ്ടപ്പെട്ട് തിരിച്ചു ചെല്ലുമ്പോൾ കയറിക്കിടക്കുവാൻ ഇടമില്ലാതെ വളരെ ഭാരം അനുഭവിക്കുന്നവരെ നമ്മൾ കണ്ടു.
എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ? എന്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്? നമുക്കതിനൊന്നൊരു മറുപടി കണ്ടെത്താൻ കഴിയുന്നില്ല. ഒരു വയനാട് ജില്ല എന്ന് പറയുമ്പോഴേ ഇന്ന് 2023 കണക്കനുസരിച്ച് 8 ലക്ഷം ജനത്തോളമുണ്ട്. എന്നാൽ ഇപ്പോൾ അതിനേക്കാട്ടിലൊക്കെ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. പുരുഷന്മാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്, സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ ഏകദേശം 3 മുനിസിപ്പാലിറ്റികളാണ് ഉള്ളത്. കൽപ്പറ്റ, മാനന്തവാടി, സുൽത്താൻ ബത്തേരിയാണത്. താലൂക്കുകൾ 3 ഉണ്ട്. അത് വൈത്തിരി, മാനന്തവാടി, സുൽത്താൻ ബത്തേരിയാണ്. ബ്ലോക്ക് പഞ്ചായത്തുകൾ ഏതാണ്ട് 4 ഗ്രാമപഞ്ചായത്തുകൾ 23. വില്ലേജ് ഏകദേശം 48 ഉണ്ട് അവിടെ. ഹല്ലേലൂയ. നമ്മൾ അതിനെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവിടുത്തെ പഞ്ചായത്തുകളിൽ അമ്പലവയൽ, എടവക, കണിയാമ്പറ്റ, കോട്ടത്തറ, മീനങ്ങാടി, മേപ്പാടി, മുള്ളംകൊല്ലി, മുപ്പേനാട്, മൂടിൽ, നെന്മേനി, നൂൽപ്പുഴ, പടിഞ്ഞാറേത്തറ, പനമരം, പുത്താടി, പൊഴുതന, പുൽപ്പള്ളി, തരിയോട്, തവിഞ്ഞൽ, തിരുനെല്ലി, തൊണ്ടർനാട്, വെള്ളമുണ്ട, വെങ്ങാപ്പള്ളി, വൈത്തിരി. ഇതാണ് അവിടുത്തെ പഞ്ചായത്തുകൾ. അപ്പം നമ്മൾ ഈ സ്ഥലങ്ങളെയൊക്കെ ഓർത്ത്, അവിടെ താമസിക്കുന്ന ജനത്തെ ഓർത്ത് നമ്മൾ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. ഇവിടെ കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഡാമുകളെല്ലാം തുറന്നു വിട്ട് എല്ലാ സ്ഥലങ്ങളിലും വെള്ളം പൊങ്ങി വെള്ളക്കഷ്ടം സഹിക്കുക. കൂടാതെ നിലമ്പൂരിലെ പൂത്തുകല്ലടക്കമുള്ള പ്രദേശങ്ങളുണ്ടായ ഉരുൾപൊട്ടലുകൾ, നെല്ലിയാമ്പതിയിലുണ്ടായ ഉരുൾപൊട്ടലുകൾ, ചാലിയാർപ്പുഴ കരകവിഞ്ഞ് ഒഴുകുന്നു. നമുക്കറിയാം സ്തോത്രം, മേപ്പാടിയിൽ മരിച്ച ആളുകളുടെ ബോഡി പോലും ചാലിയാർപ്പുഴ, നിലമ്പൂരിൽ നിന്ന് കണ്ടെത്തുന്നു. അത്ര ദൂരം ഒഴുകിപ്പോയെന്നുള്ളതാണ്. അനവധി മൃതദേഹങ്ങൾ കണ്ടെത്തി. ഇനി ഉറ്റവരുടെയും പറഞ്ഞ കണക്കനുസരിച്ച് അനവധി ആളുകൾ മണ്ണിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. പലരും വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ വളരെ വേദനാജനകമായ അനുഭവമാണ്. രാവും പകലുമില്ലാതെ അവർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ദുരിതാശ്വാസ രംഗത്ത് നിൽക്കുന്നവരെ ഓർത്തും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസലോ. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സഹായങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. കേരളത്തിലെ ഈ വിഷയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിൽ മലയാളി എവിടെയുണ്ടോ അവിടെ നിന്നെല്ലാം അവരവർക്ക് ചെയ്യുവാൻ പറ്റുന്ന ചെറിയ നന്മകൾ തൊട്ട് ചെയ്തു തുടങ്ങിയാൽ വയനാടിൻ്റെ പുനർനിർമ്മാണത്തിന് കാരണമായി തീരും. മേപ്പാടിയുടെ, ചൂരൽമലയുടെ, അട്ടമലയുടെ ഒക്കെ പുനർനിർമ്മാണത്തിന് കാരണമായി തീരും. അത് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ അവിടുത്തെ ജനത്തിന് അത് പ്രയോജനപ്പെടുകയുള്ളൂ. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നമ്മൾ വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അല്പസമയം വയനാടിന് വേണ്ടി മാറ്റിവെച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ അതൊരിക്കലും നഷ്ടമാകത്തില്ല. കൈയൊടിഞ്ഞും കാലൊടിഞ്ഞും ശസ്ത്രക്രിയ കഴിഞ്ഞും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടും സുബോധം പോലും നഷ്ടപ്പെട്ട നിലയിലൂടെ വാവിട്ട് കരയുന്ന അമ്മമാരെ നമ്മൾ കണ്ടില്ലേ? സഹോദരിമാരെ കണ്ടില്ലേ? സഹോദരന്മാരെ കണ്ടില്ലേ? കുഞ്ഞുങ്ങളെ കണ്ടില്ലേ? അവരൊക്കെ എന്താണ് ചെയ്യുന്നത്? ഇനി എന്ത് ചെയ്യാനാണ് അവർക്ക്? പ്രാർത്ഥിക്കാം. പ്രകൃതിയുടെ ഈ അനുഭവത്തിൻ്റെ ഒരു വിടുതൽ, മഴയ്ക്കൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുവാൻ, ജനത്തിനൊരു ആശ്വാസം ഉണ്ടാകാൻ വേണ്ടി, ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്ക് ആവശ്യമായ മരുന്നുകൾ, അവർക്ക് വേണ്ടുന്ന ചികിത്സകൾക്ക് ലഭ്യമാകുവാൻ, രാപകലില്ലാതെ അധ്വാനിക്കുന്നവരധികം സൂക്ഷിക്കുവാൻ, രാത്രിയും പകലും എല്ലാം ദൈവത്തിൻ്റെ കരുതൽ കൊണ്ടിരിക്കാൻ വേണ്ടി, ഈ പ്രകൃതി ദുരന്തം മാറി ഒരു സമാധാനം അയക്കാൻ വേണ്ടി ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദുരന്ത വിതറിയ മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമല, അട്ടമല, മുണ്ടയ്ക്ക് വാർഡുകളിൽ ഇവിടെ ഏകദേശം 1000ഓളം വീടുകളിൽ 5000 പേര് കുടുങ്ങിക്കിടക്കുന്ന നമ്മൾ വാർത്തയെ കണ്ടത്. മാൻകുന്ന്, സീതക്കുണ്ട്, വെള്ളിമല എന്നിവിടങ്ങളിലായി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് നമ്മൾ വാർത്തയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ ഈ വൈകിയ വേളയിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സങ്കടപ്പെടുന്നവർ ഏറെയാണ്. ഇങ്ങനൊരു അനർത്ഥം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ വലിയ ദുരന്തത്തിൽ നിന്ന് വയനാട് വിടുവിക്കപ്പെടാൻ വേണ്ടി, അപ്പോൾ തന്നെ കേരളത്തിൽ 14 ജില്ല വിടുവിക്കപ്പെടാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നവരൊക്കെ സുരക്ഷിതമായി തീരുവാൻ, വാഹനങ്ങളൊക്കെ സുരക്ഷിതമായി തീരുവാൻ നമുക്കൊന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് നമുക്ക് അല്പസമയം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ ഞങ്ങളുടെ നല്ല പിതാവി, നല്ല സമയത്തിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കേരളത്തിൻ്റെ 14 ജില്ലകളിൽ ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഏകദേശം 3.25 കോടി ജനത്തിലധികം കേരളത്തിൽ പാർക്കുന്നു. അതിൽ കർത്താവ് വയനാട് ജില്ലയിൽ ഏകദേശം 8 ലക്ഷത്തിലധികം ജനം വിവിധ പഞ്ചായത്തുകളായി പാർക്കുന്നു. മുൻകാലങ്ങളിൽ അനവധി അനർത്ഥങ്ങളും
അനവധി പ്രയാസങ്ങൾ ആ ദേശത്തുണ്ടായിട്ട് അനവധി ജീവൻ പൊടിഞ്ഞിട്ട്. എന്നാൽ അതിനേക്കാളെല്ലാം വളരെ ഭാരപ്പെടുത്തുന്ന വിധത്തിൽ കർത്താവ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഉരുൾപൊട്ടലിലെ മേപ്പാടിയിലെ കർത്താവ് സ്തോത്രം ചുരമലി അട്ടമലിയിലും കർത്താവ് മുണ്ടക്കിലും ഒക്കെ വളരെ നാശനഷ്ടങ്ങൾ വിതറി വളരെ ഒരു ദേശം തന്നെ ഒലിച്ചുപോയ ഒരു അനുഭവങ്ങൾ. അതിൽ തന്നെ കർത്താവിടുന്ന ജനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന, ദേശത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ പ്രകൃതി ദുരന്തം മാറിപ്പോയി. അല്ലെങ്കിൽ ആ ദേശത്ത് സമാധാനം അയക്കണമേ, ജനത്തിന് സ്വസ്ഥത കൊടുക്കണമേ. കർത്താവ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കിടക്കുന്നവരുണ്ട്, അവർക്ക് ആവശ്യമായ ഭക്ഷണവും വസ്ത്രവും കർത്താവ് അവർക്ക് ആവശ്യമായ മരുന്നും മെഡിസിനും അല്ലാമേ ഡോക്ടർമാരുടെ സേവനം എല്ലാം ലഭ്യമാകുവാൻ ഞങ്ങൾ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ ഹോസ്പിറ്റലിൽ കർത്താവ് ആമേ നൂറുകണക്കിന് ആളുകൾ ആമേ ചികിത്സയിലായിരിക്കുന്ന, കൈയൊടിഞ്ഞവർ, കാലൊടിഞ്ഞവര്, തലയ്ക്ക് പരിക്കേറ്റവർ, കണ്ണിന് ആമേ മുറിവേറ്റവരെ, ശരീരമാസകലും വേദനയാൽ ഭാരപ്പെടുത്തവരും, ഉറ്റവരും ഉടയവരും, ബന്ധുക്കളും ബന്ധുമിത്രാദികളും സഹോദരങ്ങളും അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം നഷ്ടപ്പെടും. കുടുംബത്തിലുണ്ടായിരുന്ന എല്ലാവരും ഒരുപോലെ നഷ്ടപ്പെട്ട് വേദനയുടെ അനുഭവത്തിലൂടെ വിങ്ങിപ്പൊട്ടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ഒരു വലിയ വിടുതല് കർത്താവ് ഈ വലിയൊരു ആശ്വാസം ജനത്തിന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുക. ചിലരൊക്കെ തിരിച്ച് അവരവരുടെ ഭവനങ്ങളിലേക്ക് ചെന്നപ്പോൾ അവിടെ വീടില്ല, ആ സ്ഥലമില്ല, അവിടുത്തെ കൃഷികളിൽ ആടുമാട് കന്നുകാലികളൊന്നുമില്ല, വെറും പാറക്കൂട്ടങ്ങൾ മാത്രം കണ്ട് ചില വീടുകളൊക്കെ കർത്താവ് ദശിച്ച മൂലകൾ മാത്രം നിൽക്കുന്ന കാണും. നെഞ്ചുരുകുന്ന ആ ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവരെല്ലാം പുനരധിവസിപ്പാൻ കർത്താവ് അത്ഭുതം ചെയ്യണമേ. അതിന് വീടുന്ന എല്ലാ സഹായഹസ്തങ്ങളുമായി ഞങ്ങളുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആമി കർത്താവ് ഇറങ്ങിയിരിക്കുന്ന പുറപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. ഇത് കർത്താവ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അവരവരാൽ കഴിയുന്ന നന്മകൾ കൊടുത്ത്, അനുഗ്രഹങ്ങൾ കൊടുത്ത്, വയനാടിന്റെ കർത്താവ് മേപ്പാടിയുടെ അട്ടമല്ലയുടെ ചൂരമലയുടെ കർത്താവ് പുനരധിവാസനെ പുനഃസംരക്ഷണത്തിനായി ജനങ്ങൾ ഒന്നിച്ചു നിൽക്കുവാൻ, പ്രാർത്ഥനയിൽ മുന്നേറുവാൻ ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വേദന അനുഭവിക്കുന്നവർ, ദുഃഖം അനുഭവിച്ച് സങ്കടപ്പെടുന്നവരൊക്കെ ഉണ്ട്. അവർക്കെല്ലാം ദൈവം ആശ്വാസം കൊടുക്കണം. ഉറ്റവരുടെയൊക്കെ നഷ്ടപ്പെട്ടവരുണ്ട്, അവരെ ദൈവം സമാധാനിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി വിവിധ സന്നദ്ധ സംഘടനകൾ, കർത്താവ് വിവിധ പ്രാദേശിക സംഘടനകൾ, ഫയർഫോഴ്സ്, ഞങ്ങളുടെ പോലീസിന്റെ എല്ലാ ജംഗ്ഷനുകളും, വിവിധ കർത്താവ് തലങ്ങളിലുള്ളവർ, അതുപോലെ തന്നെ കർത്താവ് കരസേന, വ്യോമസേന, നാവികസേനയിലെ ആളുകൾ, ഞങ്ങളുടെ മന്ത്രിമാർ, MLA മാർ, കർത്താവ് ഞങ്ങളുടെ സഭകൾ, ഞങ്ങളുടെ കർത്താവ് സമുദായങ്ങൾ, ജാതിമത വർഗ വർണ്ണ വ്യത്യാസമില്ല, എല്ലാവരും ഒന്നിച്ചു ചേർന്ന് വയനാട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ കൈത്താങ്ങലുമായി ചെല്ലുമ്പോൾ അവിടെ ഒരു വലിയൊരു ആശ്വാസത്തിന്റെ ഒരു ദൈവിക കരുതലുണ്ടാകുവാൻ, പരസ്പരം കർത്താവ് എല്ലാവരും ചേർന്ന് നിൽക്കുവാൻ, എല്ലാവരും അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഞങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് വളരെ കഷ്ടതയുടെ വളരെ ഭാരത്തിലൂടെ കടന്നു പോകുന്ന വയനാടിനെ ദൈവം അത്ഭുതം ചെയ്യണമേ, അങ്ങയുടെ നീതി വെളിപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കേരളത്തിൽ കർത്താവ് സ്തോത്രം 14 ജില്ലകളുമായി കർത്താവ് കഷ്ടം സഹിക്കുന്ന എല്ലായിടത്തും വളരെ മഴ, തോരാത്ത കർത്താവ് മഴയും അടങ്ങാത്ത കാറ്റും വളരെ നാശനഷ്ടം വിതച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രകൃതിമേൽ അധികാരമുള്ള ദൈവമേ ഒരു വിടുതലുമായ ആശ്വാസം ജനത്തിന് കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അല്ലേരിയ ഡാമുകളെല്ലാം തുറന്നു വിട്ടിരിക്കുന്നു. കർത്താവ് പുഴയോരത്തുള്ള നദികളുടെ തീരത്തും കുളങ്ങളും തോടുകളും അരുവികളും ആറുകളും കർത്താവ് പാടങ്ങളുടെ സൈഡിലുള്ള കനാൽ സൈഡിലുള്ളവരെ എല്ലാം ദൈവം സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യൻ മുൻകരുതലോടെ എല്ലാം മാറി താമസിപ്പാൻ അനർത്ഥം വ്യസനത്തെ കാരണമായി തീരാതെ ജനത്തെ ദൈവം സൂക്ഷിക്കണനായി ജനത്തെ കർത്താവ് കരുതലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിനകത്ത് ഒരു ദൈവിക പ്രവൃത്തി അയക്കുവാൻ ഞങ്ങൾ യേശുവിനെ പ്രാർത്ഥിക്കുകയാണ്. നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്ന എല്ലാ മേഖലയിലൂടെയും കർത്താവ് എല്ലാ ഭരണ സംവിധാനങ്ങളിലും അരിക്കുന്നവരെല്ലാവരും രാവും പകലും ആ ദേശത്തിന് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുമ്പോൾ എല്ലാവരും കൂടെ ഇരിക്കണമേ. മാത്രം വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന വാഹനങ്ങളുണ്ട്, അവരെല്ലാം ദൈവം സൂക്ഷിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. മരണപ്പെട്ടു പോയ കുടുംബങ്ങൾ കർത്താവ് കർത്താവ് അവരുടെ ആശ്രിതർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് സമാധാനം കൊടുക്കണം, സ്വസ്ഥത കൊടുക്കണം ണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. മരണപ്പെട്ട കർത്താവ് സ്തോത്രം ആളുകൾ കർത്താവ് സ്തോത്രം ആമയും കർത്താവ് ഇനി കണ്ടുകിട്ടുവാനുള്ളവരുണ്ട്. അവരെല്ലാം കർത്താവ് ഈ ദിവസങ്ങളിലുള്ള കർത്താവ് തെരച്ചിനകത്ത് കണ്ടുകിട്ടുവാൻ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും കരകൾ കർത്താവ് നദികളും തോടുകളും പുഴകളും ആറുകളും എല്ലാം കരകവിഞ്ഞൊഴുകുമ്പോൾ നല്ല ശാന്തതയായി മഴ മാറി കർത്താവ് വെള്ളത്തിന്റെ ഒഴുക്കുകൾ കുറഞ്ഞ് കർത്താവ് ദുരിതാശ്വാസ പ്രവർത്തകർ നന്നായി തിരയുവാനുള്ള ക്രമം കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. ആർക്കൊരു ഭാരങ്ങൾ കടന്നു വരരുത്, ആർക്കൊരു സങ്കടങ്ങൾ കടന്നു വരരുത്. ഇപ്പോൾ അനുഭവിക്കുന്ന വലിയ ദുരന്തം മുഖത്തുനിന്ന് കേരളത്തെ വിടിവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്.
ഹല്ലേലൂയ. കർത്താവി മനുഷ്യ തങ്ങളുടെ സമയത്തെ മാറ്റിവെച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു അവസരം കൊടുക്കണമേ. റോഡുകളെല്ലാം കർത്താവി കരകവിഞ്ഞ് റോഡ് വെള്ളം കൊണ്ട് നിറഞ്ഞു കിടക്കുന്നു. ഹല്ലേലൂയ. പലയിടത്തും വാഹനം ഓടാതെ, പലയിടത്തും കർത്താവി പലതും ഘടകങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. എൻ്റെ സ്കൂളുകളെല്ലാം അടച്ചിട്ടിരിക്കുന്നു. എൻ്റെ കർത്താവി എൻ്റെ നടുവിലെ ദൈവപ്രവർത്തിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വയനാട്ടിലെ ദൈവം അനുഗ്രഹിക്കണമേ, വിടുതലയ്ക്കണമേ. കേരളത്തെ 4 ജില്ല വിടിവിക്കണം. പുതിയ കർത്താവ് ഇന്ത്യക്ക് ലോകരാജ്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മുൻകാലങ്ങളിലെ പോലെ ഒരു അനർത്ഥം ഉണ്ടാകാതെ കർത്താവ് ജനത്തെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളെ കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കില്ലയോ? നിങ്ങൾ വചനമൊക്കെ വായിക്കുന്നത് പോലെ കർത്താവ് ജനത്തിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി അവിടെയുള്ള എല്ലാ ജനത്തെ സൂക്ഷിക്കണമേ. വയനാടിൻ്റെ എല്ലാ പഞ്ചായത്തുകളുമാരും ജനത്തെ സൂക്ഷിക്കണമേ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയിലേക്ക് ജനം ഉണരട്ട്. ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിക്കാൻ, ഒന്നിച്ച് കരങ്ങൾ കോർക്കുവാൻ, ദുഃഖത്തിലായിരിക്കും കുടുംബങ്ങൾക്ക് വേണ്ടി രാത്രിയുടെ സമയങ്ങളിൽ മുഴക്കാലമടക്കി പ്രാർത്ഥിക്കുന്ന ശക്തന്മാരെ, പ്രാർത്ഥന പോരാളികളെ ദൈവം എഴുന്നേൽപ്പിക്കാനായി പ്രാർത്ഥിക്കുന്നു. സഹനമകത്ത് വിടുക്കണം. യേശു കർത്താവിന്റെ വിടിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.